മനു നമ്പൂതിരി ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ്, കൺഗ്രാജുലേഷൻസ്. താങ്കൾ മാളികപ്പുറം മേൽശാന്തി തിരഞ്ഞെടുക്കപ്പെട്ട ഈ അവസരത്തിൽ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു, വളരെ സന്തോഷം. വളരെ ആഗ്രഹിച്ചിരുന്ന് കിട്ടിയതാണോ? സ്വപ്ന സാക്ഷാത്കാരമാണോ? വളരെ വളരെ ആഗ്രഹിച്ചിരുന്നുണ്ട്. വളരെ കുഞ്ഞുനാളം വരെ പൂജിക്കുന്നതുകൊണ്ട് എത്ര നമുക്ക് വലിയ സന്തോഷത്തിലിരുന്നത് നമ്മള്. ഇപ്പൊ ഏത് കൊല്ലം കൂട്ടിക്കടയിൽ ഏത് ക്ഷേത്രത്തിലെ ശാന്തിയാണ് താങ്കൾ? ഒരു ശാസ്താൻ ക്ഷേത്രത്തിലാണ്. കൊല്ലം. ഇപ്പോൾ ശബരിമലയിലാണോ കൊല്ലത്താണോ ഉള്ളത്? ഞാനിപ്പോ കൊല്ലത്താണുള്ളത്. കൊല്ലത്ത് കൂട്ടിക്കട ശാസ്താൻ ക്ഷേത്രത്തിലാണ് ഞാൻ ഇപ്പോ ഉള്ളത്. ശബരിമലയിൽ പോകുന്ന ഭക്തനായിരിക്കുമല്ലോ തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും കഴിഞ്ഞ മാസം പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ഉത്തരവാദിത്വം എങ്ങനെയാ താങ്കൾ കാണുന്നത്? എന്തോ കേട്ടില്ല. ഈ ഒരു ഉത്തരവാദിത്വം ശബരിമല മാളികപ്പുറം മേൽശാന്തിയെ തെരഞ്ഞെടുക്കപ്പെടുമ്പോ അതിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. തീർച്ചയായിട്ടും അവിടുത്തെ പൂജാതി കർമ്മങ്ങളിലാണ് നമുക്ക് ഉത്തരവാദിത്തം ഉള്ളത്. അത് വളരെ ഭംഗിയായിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം തന്നെയാണ് നമ്മുടെ താല്പര്യം. ഈ അയ്യപ്പ ഭക്തന്മാർ ആയിരക്കണക്കിന് ആൾക്കാർ ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അവരോട് താങ്കൾ എന്താ പറയാൻ പോകുന്നത്? വളരെ വളരെയധികം സന്തോഷം. ഈ ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു എന്താണ് ഭാഗ്യമാണെന്ന് മാത്രം കാണുക. സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. MG മനു നമ്പൂതിരിയാണ് സംസാരിച്ചത്. കൊല്ലം കൂട്ടിക്കട സ്വദേശിയാണ് അദ്ദേഹം. കൊല്ലത്ത് തന്നെ ശാന്തി നിർവഹിച്ച് വരുമ്പോഴാണ് ശബരിമലയിലെ മാളികപ്പുറം മേൽശാന്തിയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വളരെ സന്തോഷഭരിതമായ നിമിഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. സ്വപ്ന സാക്ഷാത്കാരം പോലെയാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. അരുൺ രാജ് സന്നിധാനത്ത് തുടരുന്നു. അരുൺ രാജ് പറയൂ. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. നിയുക്ത മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് പൂർത്തിയായതോടെ അടുത്ത മണ്ഡലകാലത്ത് അവർ ഈ ശബരിമലയിലേക്ക് എത്തും. പിന്നീട് ഒരു വർഷക്കാലം പുറപ്പെടാൻ ശാന്തിയായി ഇവിടെ തുടരുക തന്നെ വേണം. എന്തായാലും ഈ തിരഞ്ഞെടുക്കപ്പെട്ട മേൽശാന്തിമാർ, അത് നിയുക്ത മേൽശാന്തിമാർ എല്ലാം തന്നെ പറയുന്നവരുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ ഒന്നാണ് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശബരിമലയെ സംബന്ധിച്ച്, അതിന്റെ ആചാരങ്ങളെ സംബന്ധിച്ച്, വിശ്വാസങ്ങളെ സംബന്ധിച്ച്, ഭക്തരെ സംബന്ധിച്ച് വിവാദങ്ങളെല്ലാം നിൽക്കുമ്പോഴും വലിയ തോതിൽ ജനം ഇപ്പോഴും പ്രതീക്ഷ അർപ്പിച്ച് ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ. രാവിലെ 7:20 ഈ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള നറുക്കെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. ആദ്യഘട്ടത്തിൽ ശബരിമലയായിരുന്നു, പിന്നീട് മാളികപ്പുറത്തേക്ക് എത്തി. ഹൈക്കോടതിയുടെ നിരീക്ഷണം, അത് SKN പ്രത്യേകം നമ്മൾ എടുത്തു കാണേണ്ടതാണ്. ഹൈക്കോടതി നിയോഗിച്ച ഈ നറുക്കെടുപ്പിന് പോലും പ്രത്യേകം ഹൈക്കോടതി ജഡ്ജി അടക്കം നിയോഗിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു നറുക്കെടുപ്പടക്കം നടത്തിയത്. സുതാര്യപരമായ നറുക്കെടുപ്പ് എന്നുള്ളതാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കണ്ടതുപോലെ രണ്ടിടത്തും അത് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സമിതി, അത് ആ സമിതിയുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ് ഇതുമായി ബന്ധപ്പെട്ട നറുക്കെടുപ്പടക്കം പൂർത്തിയായത്. ഇപ്പോൾ ഈ നറുക്കെടുപ്പ് പൂർത്തിയായ ശേഷം തന്ത്രിയടക്കമുള്ളവർ മടങ്ങുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കാരണം ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ സാന്നിധ്യം എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന്റെ പൂർത്തീകരണം, ആ ചടങ്ങുകൾ പൂർത്തീകരിച്ച് അവർ മടങ്ങുകയാണ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്ത്രിയും ദേവസ്വം ജീവനക്കാർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷകർ അടക്കമുള്ളവർ ഇപ്പോൾ മടങ്ങുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ശബരിമലയിൽ നിയുക്ത മേൽശാന്തിമാരെ നറുക്കെടുത്ത്, ശബരിമല മാളികപ്പുറങ്ങളിൽ നിയുക്ത മേൽശാന്തിമാരെ പൂർണ്ണമായും ഇപ്പോൾ നറുക്കെടുത്ത് കഴിഞ്ഞു. അടുത്ത മണ്ഡല മകരവിളക്ക് കാലത്ത് ഇനി അവരായിരിക്കും ശബരിമലയിലേക്ക് ഇനി മറ്റു കാര്യങ്ങൾ, അതിന്റെ ആചാരപ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് എത്തുക. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയ ഭക്തജനത്തിരക്ക് ഇപ്പോഴും ശബരിമലയിലും മാളികപ്പുറത്തും എല്ലാം അനുഭവപ്പെടുന്നുണ്ട്. പമ്പയിൽ ജനങ്ങളെ നിയന്ത്രിച്ചാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ആദ്യം ചില നിയന്ത്രണങ്ങൾ ക്രമീകരിച്ചിരുന്നുവെങ്കിൽ അത് പാളിയെങ്കിൽ, പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായും പോലീസിന് ആ നിയന്ത്രണമടക്കം. അതുപോലെ മനു നമ്പൂതിരി, കൊല്ലം കൂട്ടിക്കട സ്വദേശിയായ മനു നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തിയുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.